ഹലോ, ഗുഡ് ഈവനിങ് സ്റ്റുഡൻസ്. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോണത് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. നയൻത്ത് ഫിസിക്സിലെ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന ചാപ്റ്ററിലെ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതിന്റെ ബാക്കിയാണ് നമ്മളിന്ന് എടുക്കാൻ പോണത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോർഷൻസ് ഇതാണ്: വാട്ട് ഈസ് റിഫ്രാക്ഷൻ, കണ്ടീഷൻ ഫോർ റിഫ്രാക്ഷൻ ഇങ്ങനെ സംഭവിക്കാനുള്ള കണ്ടീഷൻസ്, പിന്നെ മെയിൻ ആയിട്ട് ലോ ഓഫ് റിഫ്രാക്ഷന്, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്താന്ന് പറഞ്ഞ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താന്ന് പറഞ്ഞു. കണ്ടീഷൻ ഫോർ റിഫ്രാക്ഷൻ നമ്മൾ പറഞ്ഞത് ലൈറ്റ് വിൽ ഫോളോ ഒബ്ലിക്വലി ഓൺ ദ മീഡിയം. ഒരു ലൈറ്റ് ചെരിഞ്ഞിട്ട് ഒരു മീഡിയത്തിലൂടെ പാസ് ചെയ്താൽ മാത്രമേ റിഫ്രാക്ഷൻ സംഭവിക്കുള്ളൂ. പിന്നെ രണ്ടാമത്തെ കണ്ടീഷൻ പറഞ്ഞത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി രണ്ട് മീഡിയത്തിലും ഡിഫറെന്റ് ആയിരിക്കണം. സെയിം ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ള മീഡിയത്തിലൂടെ ലൈറ്റ് പാസ് ചെയ്താൽ റിഫ്രാക്ഷൻ സംഭവിക്കില്ല. ഡിഫറെന്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ള മീഡിയത്തിലൂടെ ലൈറ്റ് പാസ് ചെയ്താൽ മാത്രമേ റിഫ്രാക്ഷൻ സംഭവിക്കുള്ളൂ. ലോസ് ഓഫ് റിഫ്രാക്ഷൻ അതിൽ മെയിൻ ആയിട്ട് രണ്ട് ലോ ഉള്ളത്. ഡെൻസർ മീഡിയത്തിൽ നിന്ന് റയറർ മീഡിയത്തിലേക്ക് പോണ റേനെ കുറിച്ച് പറയണതും, പിന്നെ റയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് പോണ റേനെ കുറിച്ച് പറയണ, അങ്ങനെ രണ്ട് ലോ ആണ് വരുന്നത്. പിന്നെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, പിന്നെ അടുത്ത ഇമ്പോർട്ടൻറ്റ് സംഭവമാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാല് റേഷ്യോ ഓഫ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദ വാക്വം ആൻഡ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദ മീഡിയം. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദ വാക്വം, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദ മീഡിയം തമ്മിലുള്ള റേഷ്യോക്കാണ് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അതിന്റെ ഡെഫിനേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചതാണ്. പിന്നെ നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിനോട്ട് ചെയ്യണ സ്മോൾ ലെറ്റർ എൻ ലെറ്റർ യൂസ് ചെയ്തിട്ടാണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് യൂണിറ്റ് ഇല്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി രണ്ടാമത്തെ ക്ലാസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോണത്. ആദ്യം എന്താണ്, ഒരു ചെറിയ ഒരു പ്രോബ്ലം ഉണ്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോണത്. ഇത് രണ്ട് ഫിഗർ ഉണ്ട്, ഫിഗർ എയും ബിയും, 1.7 എ 1.7 ബി. അതില് ഫസ്റ്റ് ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇൻസിഡന്റ് റേ. ഇതിന് ഫിഗർ എയില് ഇൻസിഡന്റ് റേ എന്ന് പറഞ്ഞാല് എ ബി എന്ന ലൈനാണ്. പിന്നെ അതിൽ റിഫ്രാക്റ്റഡ് റേ ബി സി ആണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രോബ്ലം ആണ് കേട്ടോ. പിന്നെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ എന്ന് പറഞ്ഞാല് നോർമൽ, നമ്മള് ഈ എന്നാണ് നോർമൽ റേ വരുന്നത്, അതിന്റെ എ ബി ആണ് ഇൻസിഡന്റ് റേ. നോർമലും ഇൻസിഡന്റ് റേയും തമ്മിലുള്ള നോർമലും ഇൻസിഡന്റ് റേയും തമ്മിലുള്ള ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അപ്പൊ ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വരുന്നത് ആംഗിൾ ബി എൻ 30 ഡിഗ്രി ആണ്. ഓക്കെ, പിന്നെ നമുക്ക് നോക്കാം. പിന്നെ ആദ്യം അടുത്തത് ചോദിച്ചിട്ടുള്ളത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആർ ആണ്. ഇവിടെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആർ എന്ന് പറഞ്ഞാല് ഇതില് റിഫ്രാക്റ്ററുടെ ബി സി ആണല്ലോ, നോർമലും ബി സിയും തമ്മിലുള്ള ആംഗിൾ ആണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. അപ്പോ ഇതിന്റെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വരുന്നത് നമ്മൾ കൊടുത്തിട്ടുണ്ട്, ആംഗിൾ സി ബി എൻ ഡാഷ്. ഓക്കെ, സി ബി എൻ ഡാഷ് ആണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വരുന്നത്. അപ്പോ ഇതില് ഫിഗർ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ലെസ് ദാൻ ദാറ്റ് ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോ ഇതിൽ ഉത്തരം വരുന്നത് ലെസ് ദാൻ ആണ്. കാരണം ഇത് റയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്കാണ് ലൈറ്റ് പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കുറവായിരിക്കും. ഇനി നമുക്ക് ഫിഗർ ബിയിലേക്ക് പോയി നോക്കാം. അതിൽ ഇൻസിഡന്റ് റേ വരുന്നത് ആർ ക്യൂ എന്നാണ്. ആർ ക്യൂ ലെറ്റർ ആയിട്ടാണ് ഒരു ഇൻസിഡന്റ് റേ ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. സോറി, ആർ ക്യൂ അല്ല, ഇവിടെ ലൈറ്റ് പാസ് ചെയ്യണ അടിയെന്നാണ് കേട്ടോ, ആരോ മാർക്ക് അടിയെന്നുള്ള വരുന്നത്. അപ്പോ ഇതിൽ ഇൻസിഡന്റ് റേ വരുന്നത് പി ക്യൂ ആണ്. റിഫ്രാക്റ്റഡ് റേ ആണ് ഈ ക്യു ആർ.
അതായത് ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പി ക്യൂ എന്നാണ്. ഈ ആരോ മാർക്ക് ഉണ്ടാകുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ലൈറ്റ് പാസ് ചെയ്യാൻ തുടങ്ങുന്നത് വാട്ടർ എന്നാണ്. അതായത് പി ക്യൂ എന്ന റാന്നാണ് ലൈറ്റ് പാസ് ചെയ്യണത്. അപ്പൊ അതാണ് നമ്മളെ ഇൻസിഡന്റ് റേ. ഓക്കെ. പിന്നെ റിഫ്രാക്റ്റഡ് റേ ആണ് ക്യു ആർ വരുന്നത്. ഫിഗർ ബിയിലെ റിഫ്രാക്റ്റഡ് റേ ആണ് ക്യു ആർ. പിന്നെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇവിടെ വരുന്നത് ആംഗിൾ എൻ ഡാഷ് ക്യൂ പി ആണ്. ബിക്കോസ് പി ക്യൂ ആണ് ഇവിടെ ഇൻസിഡന്റ് ആയിട്ട് അതെ ഇൻസിഡന്റ് ആയിട്ട് വരുന്നത്. പിന്നെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, ഈ ഫിഗറിൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വരുന്നത് ആംഗിൾ എൻ ക്യു ആർ. അതായത് ഈ ഫിഗർ ബിയിലെ റിഫ്രാക്ഷൻ നടക്കുന്ന ഈ എയറിലാണ്. വാട്ടറിന് എയർക്ക് ലൈറ്റ് പാസ് ചെയ്യുന്ന ഒരു ഫിഗറാണ് ഈ ഫിഗർ ബി. അപ്പൊ ഇതില് റിഫ്രാക്ഷൻ നടക്കുന്നത് എയർ മീഡിയത്തിലാണ്. അപ്പൊ അതിന്റെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആംഗിൾ ആർ ക്യൂ ആണ്. പിന്നെ ഇവിടെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഗ്രേറ്റർ ആയിരിക്കും. ബിക്കോസ് ഡെൻസർ മീഡിയത്തിൽ നിന്ന് റയർ മീഡിയത്തിലേക്കാണ് ലൈറ്റ് പാസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ അതാണ് ഈ ടേബിളിൽ പറയാനുള്ളത്. അടുത്ത് നമുക്ക് നോക്കാം. ഈ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ഇൻ എ ഗ്ലാസ് ലാബ്. അതായത് നമ്മള് ഗ്ലാസിന്റെ സൈഡിൽ കൂടി നമ്മൾ ലൈറ്റോ ടോർച്ചോ ലാസറോ അങ്ങനെ എന്തെങ്കിലും പാസ് ചെയ്താല് ലൈറ്റ് എങ്ങനെ അപ്പുറത്തേക്ക് എത്തുക എന്നുള്ള ഒരു ഡയഗ്രാമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മളിവിടെ പി എന്ന പോയിന്റിൽ നിന്ന് കണ്ടാണ് നമ്മള് ലൈറ്റ് അടിക്കുന്നത്. അത് ക്യൂ എന്ന പോയിന്റില് ഫസ്റ്റ് ആയിട്ട് അത് ഗ്ലാസുമേ ടച്ച് ചെയ്ത് ചെറിയ റിഫ്രാക്ഷൻ സംഭവിക്കും. ഇതില് ഫസ്റ്റ് ഈ ക്യൂവിന്റെ അവിടെ കാണുന്നത് ഒരു നോർമലാണ്. അവിടുന്ന് ഈ നോർമലില് ഈ ഗ്ലാസിന്റെ സ്റ്റാർട്ടിങ് ഒന്ന് ചെറുതായിട്ട് റിഫ്രാക്ഷൻ സംഭവിച്ച് എന്ന പോയിന്റിലാണ് ഗ്ലാസിന്റെ അപ്പുറത്തെ ഭാഗമാണ് ആറ് എന്നുള്ള പോയിന്റ്. അവിടെ പുറത്തേക്ക് എത്തുമ്പോൾ ചെറിയൊരു റിഫ്രാക്ഷൻ അവിടെ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഗ്ലാസ്സിലൂടെ ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ 2 ടൈംസ് അതിൽ റിഫ്രാക്ഷൻ സംഭവിക്കും. അതായത് ക്യൂ എന്ന പോയിന്റില് ഫസ്റ്റ് ഒരു ടൈം ലൈറ്റ് ഗ്ലാസ്സിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ റിഫ്രാക്ഷൻ സംഭവിക്കും. പിന്നെ എന്നുള്ള പോയിന്റിൽ നിന്ന് ലൈറ്റ് ഔട്ട്സൈഡ് എത്തുമ്പോൾ, അതായത് ഗ്ലാസിന്റെ സ്ലാബിന്റെ പുറത്തേക്ക് എത്തുമ്പോഴും ചെറുതായിട്ട് റിഫ്രാക്ഷൻ സംഭവിക്കും. ഓക്കെ. അതാണ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ഇൻ എ ഗ്ലാസ്സിൽ നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത്. 2 ടൈംസ് റിഫ്രാക്ഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പോ ഇവിടെ ഫസ്റ്റ് ടൈമിൽ ഇവിടെ ഇൻസിഡന്റ് റേ പി ക്യൂ ആണ്. പിന്നെ ക്യു ആർ ഇവിടെ റിഫ്രാക്റ്റഡ് റേ ആണ്. പിന്നെ രണ്ടാമത്തെ നോർമൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ക്യു ആർ ആണ് ഇവിടെ ഇൻസിഡന്റ് റേ വരുന്നത്. RS ആണ് റിഫ്രാക്റ്റഡ് റേയും വരുന്നത്. ഓക്കെ. പിന്നെ റിഫ്രാക്ഷൻ ഓഫ് സം പ്രാക്ടിക്കൽ ആക്ടിവിറ്റീസ്. ഇത് റിഫ്രാക്ഷന്റെ ചെറിയ ചെറിയ അപ്ലിക്കേഷൻസ് ആണ് നമുക്ക് ഇനി ഇവിടെ പഠിക്കാനുള്ളത്. ഇതൊരു ഫിഗർ എല്ലാവരും ശ്രദ്ധിക്കുക. ഫിഗർ ഇവിടെ അടിയിൽ ഒരു കോയിൻ ഇട്ടിട്ടുണ്ട്. ഒന്നുമില്ല കേട്ടോ, വെറും കോയിൻ. കാണാത്ത പൊസിഷനിൽ നമ്മൾ നിൽക്കാം. കുറച്ച് ബാക്കായിട്ട് നിന്ന് പോവാം. ഓക്കെ. അപ്പൊ ഇവിടെ ഈ ഫിഗർ ചെയ്യാത്ത ഈ കുട്ടിക്ക് ഇവിടെ ഈ കോയിൻ കാണുന്നില്ല. ആ രീതിക്ക് നമ്മള് പാത്രത്തിന് കുറച്ച് ബാക്കിലായിട്ട് നിൽക്കാം. എന്നിട്ട് ഫിഗർ ബി എല്ലാം ശ്രദ്ധിക്കുക. പൊസിഷൻ ഫിഗർ ബി ഇപ്പൊ കുട്ടി പൊസിഷൻ ചേഞ്ച് ചെയ്തിട്ടില്ല കേട്ടോ. എന്നിട്ട് വേറൊരാൾ വന്ന് ഈ ബൗളുണ്ടല്ലോ അതിക്ക് കുറച്ച് വാട്ടർ ഒഴിച്ചപ്പോ ആ കുട്ടിക്ക് ആ കോയിൻ കാണാൻ പറ്റി. അതായത് നേരത്തെ കുട്ടി ഫിഗർ കുട്ടി കോയിൻ കാണാൻ പറ്റാത്ത പൊസിഷനിൽ നിന്നത്. ഫിഗർ ബിയിലെ ആ കുട്ടി സെയിം പൊസിഷനിൽ തന്നെയാണ്. ബട്ട് അതിക്ക് ആ ബോളിൽ വാട്ടർ ഒഴിച്ചപ്പോ ആ കുട്ടിക്ക് എന്താണ് ആ കോയിൻ കാണാൻ പറ്റി. അപ്പൊ അതിന് കാരണം എന്തായിരിക്കും? യെസ്, അതിന് കാരണം റിഫ്രാക്ഷൻ ആണ്.
ഇവിടെ കാണുന്നുണ്ടല്ലോ, ഇതാണ് കുട്ടിന്റെ ഐ പൊസിഷൻ. ഇവിടെ ഓക്കെ, അതിങ്ങനെ നേരെ പോകണം. കോയിൻ എടുക്കണത് ഇവിടെ അടിയിലാണ്. ഈ കോയിനുള്ള ലൈറ്റ് ഇവിടെ റിഫ്രാക്ട് ചെയ്തിട്ട് നേരെ കുട്ടിന്റെ കണ്ണ് തട്ടി. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് വെള്ളം ഒഴിച്ചപ്പോ ആ കോയിൻ കാണാൻ പറ്റിയത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കുന്നതൊക്കെ ഓരോ അപ്ലിക്കേഷൻ ആട്ടോ. ഫസ്റ്റ് പറഞ്ഞത് നമ്മള് പ്രാക്ടിക്കൽക്കായി നമ്മള് നിത്യജീവിതത്തിൽ നമ്മൾ കാണുന്ന ഒരു സംഭവമാണ് നേരത്തെ പറഞ്ഞത്. പിന്നെ ഇതിൽ ഫസ്റ്റ് പോയിന്റ്, place a glass slab on the letter in a textbook. The letter appear raised. What may be the reason? അതായത് ഇത് പറയണത്, നമ്മളിപ്പോ എന്തെങ്കിലും ഒരു പ്ലെയിൻ ഗ്ലാസ് എടുക്കുക. അപ്പൊ അപ്പുറത്ത് കാണുന്ന ജനലിന്റെ ഗ്ലാസ് ഒക്കെ ഉണ്ടല്ലോ, അതേപോലത്തെ ഗ്ലാസ് എടുത്തിട്ട് നമ്മൾ ലെറ്റർ ഒരു പേപ്പറിൽ എന്തെങ്കിലും ലെറ്റർ എഴുതിയിട്ട് അതിന്റെ മുകളിൽ വെക്കുക. അപ്പൊ നമുക്ക് ആ ലെറ്റർ കുറച്ച് മുകൾക്ക് പൊന്തിയ പോലെ തോന്നും. അതിന് കാരണം എന്താണെന്നാ ചോദിക്കണം. അതിന് കാരണം റിഫ്രാക്ഷൻ ആണ്. ഓക്കെ, അതൊരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ആണ്. റിഫ്രാക്ഷന്റെ പ്രാക്ടിക്കൽ ആക്ടിവിറ്റീസിൽ പെട്ട ഒരു സംഭവമാണ് അത് കേട്ടോ. അടുത്ത രണ്ടാമത്തെ പോയിന്റ്, ബോട്ടം ഓഫ് ഫ്രം എ നിയറർ പോയിന്റ്. നമ്മളിപ്പോ നല്ല വെള്ളമുള്ള കുളത്തില്, നല്ല ക്ലിയർ വാട്ടറുള്ള കുളത്തിലേക്ക് നമുക്ക് നോക്കിയാൽ തീരെ ആയില്ലാത്ത പോലെ തോന്നും. അപ്പൊ ആയില്ലാന്ന് വിചാരിച്ചാൽ നമ്മൾ പെട്ടെന്ന് ഇറങ്ങും, ഭയങ്കര ആയൊക്കെ. അതിന് കാരണം റിഫ്രാക്ഷൻ ആണ്. ഓക്കെ, പിന്നെ അടുത്ത പോയിന്റ്, പീപ്പിൾ ഹു എൻഗേജ് ഇൻ ദ ബോഗ് ഫിഷിംഗ് എയിം അറ്റ് പോയിന്റ് സ്ലൈറ്റ്ലി ബിലോ ദ പെർസീവ്ഡ് പൊസിഷൻ ഓഫ് ദ ഫിഷ്. ചിലവര് ഫിഷിങ് ചെയ്യും, അതായത് ചൂണ്ടിലിട്ട് ഫിഷിങ് അല്ല, നമ്മൾ കൈകൊണ്ട് മീനെ കാണുമ്പോൾ ഒറ്റപ്പെടുത്താൻ പിടിക്കൂല. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഫിഷിങ്ങിന് പറയുന്ന പേരാണ് ബോഗ് ഫിഷിങ്. അപ്പൊ ബോഗ് ഫിഷിങ് ചെയ്യുന്ന ആൾക്കാര് ഫിഷിനെ കാണാണ്ട് അടിയത്തെ പൊസിഷനിക്കാണ് പിടിക്കാൻ നോക്കുക. കാരണം എന്താ വെച്ചാൽ നമ്മള് ഫിഷിനെ കാണുമ്പോൾ ഫിഷിന്റെ ഇമേജ് നമുക്ക് റിഫ്രാക്ട് ചെയ്തിട്ട് അതിന്റെ പൊസിഷൻ കുറച്ച് എബോ ആയിക്കാണ്ട് നമുക്ക് തോന്നും. അതിന്റെ ആക്ച്വൽ പൊസിഷനെ എബോ ആയിക്കാണ്ടാണ് നമുക്ക് ഫിഷിന്റെ പൊസിഷൻ കാണാം. അപ്പൊ അതിന് കാരണം റീസൺ എന്താണ്? റിഫ്രാക്ഷൻ. അപ്പൊ റിഫ്രാക്ഷൻ പ്രാക്ടിക്കൽ ആക്ടിവിറ്റീസ് നമ്മളിപ്പോ 4 പറഞ്ഞു. ഒന്ന് ആ കോയിന്റെ കേസ്, രണ്ടാമത്തത് ലെറ്ററിന്റെ മുകളിൽ ഗ്ലാസ് ടാബ് വെക്കുമ്പോ എന്താ പറയാ, അതിന്റെ ലെറ്റർ റൈസ് ആയ പോലെ മുകൾക്ക് പൊന്തിയ പോലെ തോന്നും. പിന്നെ മൂന്നാമത് നമ്മൾ പറഞ്ഞത് ക്ലിയർ വാട്ടർ ഉള്ള പോണ്ടില് നമുക്ക് ആയം കുറഞ്ഞ വരി തോന്നും. പിന്നെ നാലാമതായി നമ്മൾ പറഞ്ഞത് ബോഗ് ഫിഷിംഗ് ചെയ്യുന്ന ആൾക്കാര് അതിന്റെ പൊസിഷൻ, അതായത് ആക്ച്വലി നമ്മൾ കാണുന്ന പൊസിഷനെ വേണ്ടി കുറച്ച് താഴെ ആയിട്ടാണ് മീനിനെ പിടിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഒരു റിഫ്രാക്ഷന്റെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ആക്ടിവിറ്റീസ് നമുക്ക് പറയാം. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ ആണ്. അപ്പൊ നമ്മള് സ്റ്റാർ ഒക്കെ ഗ്ലോ ചെയ്യുന്ന കണ്ടിട്ടില്ലേ ഞങ്ങള്, നല്ല അടിപൊളിയായിട്ട് ക്ലിയർ സ്കൈ ഒക്കെ ഉണ്ടാവുമ്പോ നമുക്ക് സ്റ്റാർ എല്ലാം തിളങ്ങണ കാണാൻ പറ്റും. ആ തിളങ്ങാൻ കാരണം എന്താ? ആരെയും ആലോചിച്ചിട്ടുണ്ടത്? സ്റ്റാർ ഇങ്ങനെ നിന്ന് കത്തുന്ന നിങ്ങൾ വിചാരിക്കണേ? അപ്പൊ അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ആക്ച്വലി സ്റ്റാർ അറ്റ്മോസ്ഫിയറിലാണല്ലോ, അതായത് ഭൂമിന്റെ പുറത്തല്ല സ്റ്റാർ അപ്പിയർ ചെയ്യണത്. ഓക്കെ, സ്പേസിലാണ് സ്റ്റാർ അപ്പിയർ ചെയ്യുന്നത്. അപ്പോ ഈ സ്പേസിൽ നിന്ന് സ്റ്റാർ നിന്ന് നമ്മളെ കണ്ണൊക്കെ അതിന്റെ ഇമേജ് എത്തുമ്പോഴത്തേന് അതിന് കുറെ റിഫ്രാക്ഷൻ സംഭവിക്കും. അതാണ് നമ്മൾ ഇവിടെ ഈ ഫിഗറിൽ കാണുന്ന റെഡ് ലൈൻ. ഇതിപ്പോ സ്റ്റാർ നിൽക്കുന്ന സ്ഥലമാണ് ഈ ലൈനിന്റെ ഏറ്റവും ടോപ്പിലുള്ളത്. അതിങ്ങനെ വന്ന് ഈ പല പാർട്ടിക്കിൾസിലും തട്ടി ഇങ്ങനെ റിഫ്രാക്ഷൻ സംഭവിച്ചാണ് ലാസ്റ്റ് നമ്മളെ കണ്ണുക്ക് ആ സ്റ്റാറിന്റെ ഇമേജ് എത്തുന്നത്.
ഓക്കെ, അതിന്റെ ഒരു ഡയഗ്രാമാറ്റിക് എക്സ്പ്രഷൻ ഇവിടെ രണ്ടാമത്തെ ഫിഗറിൽ കൊടുത്തിട്ടുണ്ട്. അതായത് സ്റ്റാർ ഇവിടെ സ്റ്റാറിന്റെ ആക്ച്വൽ പൊസിഷൻ നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് ഈ ലൈൻസ് കാണുന്നത് പല ലെയേഴ്സ് ആണ്. എർത്ത് ഒരു അറ്റ്മോസ്ഫിയറിലൊക്കെ ഉള്ള പല ലെയേഴ്സ് ആണ് ആ ലൈൻസ് കാണുന്നത്. ആ ലൈൻസ് തമ്മില് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി മാറ്റം ഉണ്ടാവും. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ചേഞ്ച് ഉണ്ടായതുകൊണ്ട് ഇവിടെ റിഫ്രാക്ഷൻ സംഭവിക്കും. ഈ ലൈൻസ് ഇങ്ങനെ വളഞ്ഞു പോയതുണ്ടാവും. ആ റിഫ്രാക്ഷൻ സംഭവിച്ചാൽ അതിന്റെ പൊസിഷൻ കുറച്ച് മുകൾക്കായി മാറി നമുക്ക് തോന്നും. അപ്പൊ അപ്പാരന്റ് പൊസിഷൻ ആക്ച്വൽ പൊസിഷൻ തമ്മിൽ ചെറിയ മാറ്റം. ആ ഒരു മാറ്റം ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് സ്റ്റാർ ഗ്ലോ ആയി നിൽക്കണ മാതിരി തോന്നുന്നത്. ഓക്കെ, റിഫ്രാക്ഷന്റെ ഒരു എക്സാമ്പിൾ ആണ്, അല്ലെങ്കിൽ ഒരു അപ്ലിക്കേഷൻ ആണ് എന്ത് സ്റ്റാർ ഗ്ലോ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് പറയാനുള്ളത് നമ്മൾ സൺസെറ്റിങ്ങും സൺറൈസിങ്ങും ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതെങ്ങനെ സംഭവിക്കുന്നത് എല്ലാവർക്കും അറിയില്ല. ഭൂമി റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് സൺസെറ്റിങ്ങും സൺറൈസിങ്ങും സംഭവിക്കുന്നത്. ഇപ്പൊ ഈ ഹോറിസോണിന്റെ താഴെ ആയാല് സൺസെറ്റ് ചെയ്യും, ഹോറിസോണിന്റെ മുകൾക്കായാല് സൺറൈസ് ചെയ്യും. ഓക്കെ, അപ്പോ സൺറൈസ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ആദ്യം സൂര്യൻ വരും. സൂര്യനെ കാണാൻ പറ്റില്ല. വെളിച്ചം വരുന്നതിന് മുമ്പ് ചെറുതായിട്ട് സൂര്യനെ കാണാൻ പറ്റും. നല്ല ഒഴിഞ്ഞ സ്ഥലമാണെങ്കിൽ, അതായത് നമ്മള് കാട്ടിൽ പോയി നോക്കിയാൽ സൂര്യനെ കാണാൻ പറ്റൂല. സപ്പോസ് ബീച്ചിലൊക്കെ ആണെങ്കിൽ വെളിച്ചം വരുന്നതിന് മുമ്പ് നമുക്ക് സൂര്യൻ ചെറുതായിട്ട് കാണാൻ പറ്റും. അതിന് കാരണം എന്താ പറയുക? അതിന് കാരണം നമ്മൾ ഈ റിഫ്രാക്ഷൻ. അതായത് ഇവിടെ നോക്കിയോളി, ഈ ഹോറിസോണിന്റെ താഴെ ആവുമ്പോഴാണ് സൺ സെറ്റ് ആയി നിൽക്കല്. പിന്നെ സൺറൈസിങ് ഹോറിസോണിന്റെ ഇവിടെ മുകളിൽ എത്തുമ്പോഴാണ് സൺറൈസിങ്. ഓക്കെ, അപ്പൊ ഈ സൺസെറ്റ് ആയ പൊസിഷനിൽ ലൈറ്റ് ഇങ്ങനെ പാസ് ചെയ്ത് ഈ ഈ എർത്തിന് ചുറ്റുള്ള ഡോട്ടർ ലൈൻസ് കാണുന്നത്, ഈ യെല്ലോ ഡോട്ടർ ലൈൻസ് കാണുന്നത് ഓരോ ലെയറാണ്. ആ ലെയർ തമ്മിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ചേഞ്ച് ഉണ്ട്. ഓക്കെ, അപ്പൊ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ചേഞ്ച് ഉണ്ടായതുകൊണ്ട് ഇവിടെ ഈ ലൈറ്റ് റിഫ്രാക്ട് ചെയ്യും. ഓക്കെ, ഇപ്പൊ ലൈറ്റ് റിഫ്രാക്ട് ചെയ്തിട്ട് നേരത്തെ നമുക്ക് വെളിച്ചം കാണും. ഓക്കെ, മനസ്സിലായോ? നേരത്തെ നമ്മളെ ഭൂമിക്ക് വെളിച്ചം തട്ടണം. അതായത് സൺ സെറ്റ് ചെയ്യണ റൈസ് ചെയ്യണ 2 മിനിറ്റ് മുമ്പായിട്ട്, ഏകദേശം 2 മിനിറ്റ് മുമ്പായിട്ട് നമുക്ക് വെളിച്ചം വരാം. മനസ്സിലായോ? അതാണ് ഈ രണ്ട് ആപ്ലിക്കേഷന്. അറ്റ്മോസ്ഫിയർ റിഫ്രാക്ഷന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് അപ്പാരന്റ് സ്റ്റാർ ഗ്ലോ ചെയ്യണത്. പിന്നെ മറ്റൊരു ആപ്ലിക്കേഷൻ ആണ് എന്ത് ലൈറ്റ് ഗ്ലോ, സോറി ലൈറ്റ് അല്ല, സണ്ണിൽ നിന്നുള്ള ലൈറ്റ്, അതായത് റൈസ് ചെയ്യണതിന് കുറച്ച് മുമ്പ് കാണാൻ നോക്കും. ഓക്കെ, ഏകദേശം ഒരു 2-3 മിനിറ്റ് സൺറൈസ് ചെയ്യുന്ന ഏകദേശം 2-3 മിനിറ്റ് മുമ്പ് നമുക്ക് അതിന്റെ വെളിച്ചം കാണാൻ പറ്റും. പക്ഷെ സണ്ണ് കാണുന്നുണ്ടാവും. അതിന്റെ റീസൺ അതാണ്. അതിൽ നിന്നുള്ള ലൈറ്റ് റിഫ്രാക്ട് ചെയ്ത് വന്ന് ഭൂമിക്ക് എത്തുകയാണ്. ഓക്കെ, അപ്പോ ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ചെറിയൊരു കുറച്ച് ടോപ്പിക് ഉള്ളൂ. ആകെ ഒരു അരമണിക്കൂറിന് ക്ലാസ് ഉള്ളൂ. അപ്പൊ എല്ലാവരും ഈ ക്ലാസ് ഇന്നെടുത്ത് എല്ലാവരും മനസ്സിലായിട്ടുണ്ടാകുന്ന വിചാരിക്കണേ. മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞത്, ഫസ്റ്റ് നമ്മൾ ഇന്ന് പറഞ്ഞത് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ഇൻ എ ഗ്ലാസ്. ഒരു ഗ്ലാസ് സ്ലാബിൽ ലൈറ്റ് എങ്ങനെ റിഫ്രാക്ട് ചെയ്യുക, അതിലെന്തൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് നോക്കിയത്. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഈ പി ക്യൂ എന്നുള്ള ഇവിടെ ഫസ്റ്റ് പി എന്നുള്ള പോയിന്റ് നിന്നാണ് നമ്മൾ ടോർച്ച് അടിക്കുന്നത് സപ്പോസ് ചെയ്യാം, ഇമാജിൻ ചെയ്യാം. ഈ ക്യൂ എന്നുള്ള പോയിന്റിൽ ഗ്ലാസിന്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്ത്, അപ്പൊ അവിടെ ചെറുതായിട്ട് ചെറിയ റിഫ്രാക്ഷൻ സംഭവിച്ച് അത് ടുവാർഡ്സ് നോർമൽ ആണ്. നോർമലിന്റെ അടുത്തേക്കാണ് അത് പാസ് ചെയ്തത്, റിഫ്രാക്ട് ചെയ്തത്. പിന്നെ ഈ ക്യു ആർ ആണ് ഇവിടെ. ഈ ആർ എന്നുള്ള പോയിന്റ് നോർമലിലെ ഇൻസിഡന്റ് ഇവിടെ വരുന്നത് QR ആണ്. അതിന്റെ റിഫ്രാക്റ്റഡ് RS അവേ ഫ്രം ദ നോർമൽ ആണ്. ഓക്കെ, അങ്ങനെ രണ്ട് റിഫ്രാക്ഷൻ സംഭവിക്കും.
ഒരു ഗ്ലാസ് സ്ലാബിലൂടെ ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ രണ്ട് റിഫ്രാക്ഷൻ സംഭവിക്കും. ഓക്കെ. പിന്നെ പ്രാക്ടിക്കൽ ആക്ടിവിറ്റീസ് നമ്മള് എക്സ്പ്ലെയിൻ ചെയ്ത് ലൈറ്റ് അല്ല, ഒരു ബൗളിൽ ഒരു കോയിൻ ഇട്ടാല് ആ കോയിൻ കുറച്ച് മുകൾക്കായി മുകൾക്ക് നിൽക്കണം, പോലെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ പ്രാക്ടിക്കൽ ആക്ടിവിറ്റീസിന്റെ രണ്ടാമതായിട്ടുള്ള പോയിന്റ് നമ്മൾ പറഞ്ഞത്, പ്ലെയിൻ ഗ്ലാസ് ഒരു ലെറ്ററിന്റെ മുകളിലോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിന്റെ എന്തെങ്കിലും സാധനത്തിന്റെ മുകളിൽ വെച്ചാൽ നമുക്ക് അത് കുറച്ച് വലുതായി തോന്നും, അല്ലെങ്കിൽ ഒരു കുറച്ച് പൊന്തികളമാതിരി തോന്നും. അതിന്റെ റീസൺ എന്ന് പറയുന്നത് റിഫ്രാക്ഷൻ ആണ്. The bottom of cone appears elevated when the viewed from a distance than from a nearer point. അതാണ് നമ്മൾ മൂന്നാമതായിട്ട് പറഞ്ഞത്. പ്രാക്ടിക്കൽ ആക്ടിവിറ്റീസിൽ മൂന്നാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞത്, നമ്മളൊരു തെളിഞ്ഞ വെള്ളമുള്ള കുളത്തിന്റെ അടിയേക്ക് നോക്കുമ്പോൾ നമുക്ക് തീരെ ആഴമില്ലാത്ത മാതിരി തോന്നും. ബട്ട് നമ്മൾ അതിലേക്ക് ഇറങ്ങിയാൽ നല്ല ആഴമുണ്ട്. ഇതിന്റെ റീസൺ എന്താ വെച്ചാല് റിഫ്രാക്ഷൻ ആണ്. അപ്പൊ കുളത്തേക്ക് ഇറങ്ങുമ്പോൾ, പരിചയമില്ലാത്ത കുളത്തേക്ക് ഇറങ്ങുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഓക്കെ. പിന്നെ നാലാമതായി നമ്മൾ പറഞ്ഞത്, ബോ ഫിഷിങ് ചെയ്യുന്ന ആൾക്കാര് അതിന്റെ ആക്ച്വൽ പൊസിഷന് കുറച്ച് താഴേക്കായിട്ടാണ് ഫിഷിനെ ക്യാച്ച് ചെയ്യാൻ ശ്രമിക്കുക. അതായത് നമ്മൾ കണ്ണോണ്ട് കാണുന്ന ഫിഷ് ആക്ച്വൽ പൊസിഷനെ കാട്ടി കുറച്ച് മുകളിലായിരിക്കും ഫിഷിന്റെ ഇമേജ് നമുക്ക് നമ്മളെ കണ്ണിൽ ഫോം ചെയ്യാം. അപ്പോ ഫിഷിനെ ക്യാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളതിന്റെ നമുക്ക് നമ്മളെ കണ്ണിൽ ഇമേജ് ഫോം ചെയ്ത സ്ഥലത്ത് കുറച്ച് താഴേക്കായിട്ട് നമ്മൾ പിടിക്കാൻ ശ്രമിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ആ ഫിഷിനെ കിട്ടും. ഓക്കെ. അതിന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു, ഫിഷിന്റെ ഇമേജ് നമ്മളെ കണ്ണില് റിഫ്രാക്ട് ചെയ്തിട്ടാണ് പതിക്കുന്നത്. അപ്പൊ ഫിഷ് അതിന്റെ ആക്ച്വൽ പൊസിഷനിൽ കുറച്ച് മുകളിലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ പറഞ്ഞത് അറ്റ്മോസ്ഫിയർ റിഫ്രാക്ഷന് അതിൽ 2 പോയിന്റാണ് നമ്മൾ പഠിച്ചത്. അതിൽ ഫസ്റ്റ് പോയിന്റ് ആണ് സ്റ്റാർ ഗ്ലോ ചെയ്യുന്ന സംഭവം. സ്റ്റാർ ഗ്ലോ ചെയ്യണ എങ്ങനെയാന്ന് വെച്ചാൽ, സ്റ്റാറിന്നുള്ള ലൈറ്റ് എർത്തിന് ഓരോ നമ്മൾ സ്റ്റാർ ഗ്ലോ ചെയ്ത് വരുന്ന അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സ് ഉണ്ട്. ഓക്കെ. ആ സ്റ്റാറിന്റെ ലൈറ്റ് ഓരോ അറ്റ്മോസ്ഫിയർ ലെയേഴ്സും കൂടെ പാസ് ചെയ്താണ് വരുന്നത്. നമ്മള് റിഫ്രാക്ഷന്റെ കണ്ടീഷൻ പറഞ്ഞപ്പോ പറഞ്ഞിരുന്നത്, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ചേഞ്ച് ഉള്ള മീഡിയത്തിൽ മാത്രമാണ് എന്താ പറയാ റിഫ്രാക്ഷൻ ഒക്കെ അറിയുള്ളൂ. ഓക്കെ. അപ്പോ ആ അറ്റ്മോസ്ഫിയറിക് ലെയർ ഉണ്ടല്ലോ, ഓരോ ലെയർ, അതാണ് ഈ ബ്ലാക്ക് ലൈൻ കാണിക്കുന്ന ഓരോ അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സ് ആണ്. അപ്പോ അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സ് തമ്മിലുള്ള ഒപ്റ്റിക്കൽ ഡെൻസിറ്റി നല്ല ചേഞ്ച് ഉണ്ടാവും. അപ്പോ ലെയേഴ്സ് സ്റ്റാറിന്റെ ലൈറ്റ് ചെരിഞ്ഞ് തട്ടുമ്പോ അവിടെ എന്ത് സംഭവിക്കും? റിഫ്രാക്ഷൻ സംഭവിക്കും. അങ്ങനെ റിഫ്രാക്ഷൻ സംഭവിച്ച് ലാസ്റ്റ് നമ്മളെ കണ്ണിക്ക് ഇമേജ് ഫോം ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റാർ ഗ്ലോ ചെയ്യണതായി ഫീൽ ചെയ്യും. ഓക്കെ. പിന്നെ ഇത് സണ്ണിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. സൺ സെറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഈ ഹോറിസോണിന്റെ താഴെ ആയിട്ടേക്കാരം സണ്ണ് നിൽക്കുക. പിന്നെ സൺ റൈസിങ്ങിന്റെ സമയത്ത് സൺ എത്തുന്നതിനേക്കാളും ഒരു 2-3 മിനിറ്റ് മുമ്പ് നമുക്ക് അതിന്റെ ലൈറ്റ് എത്തും. അതിന്റെ റീസൺ എന്താന്ന് വെച്ചാല്, സണ്ണ് നല്ല ലൈറ്റ് അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സിൽ ടച്ച് ചെയ്ത് റിഫ്രാക്ഷൻ സംഭവിച്ച് അത് എത്തുന്ന സ്ഥലത്തേക്ക് സൺ എത്തുന്നതിനെക്കാട്ടി മുമ്പ് റിഫ്രാക്ട് ചെയ്ത് അതിന്റെ ലൈറ്റ് എർത്തേക്ക് എത്തും. അതാണ് ഈ സണ്ണിന്റെ കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോ ഇത്ര നമ്മൾ ഇന്നത്തെ ക്ലാസ്, ഒരു അരമണിക്കൂർ ചെറിയ ക്ലാസ് ആയിരുന്നു ഇന്ന് ഞാൻ പ്ലാൻ ചെയ്തത്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കണേ. പിന്നെ ഇതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഗൂഗിൾ ഫോമിൽ നമ്മളെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടാവും. അതെല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് മനസ്സിലാക്കണോ ഇല്ല എന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ്.
അപ്പോൾ ഓക്കെ, താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ.